അപ്പം ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഇന്ന് വന്നത്. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, ഇനി ക്രിസ്മസ് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു ബോട്ടിൽ ഒരു ക്രിസ്മസ് സാന്റയുടെ ചിത്രം വരയ്ക്കാൻ പോവാണ്. അതിന് തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു വൈറ്റ് പെയിൻറ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ളും വൈറ്റ് പെയിൻറ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. നിങ്ങൾ ഉണങ്ങാതെ പിന്നെ എന്തും ചെയ്താൽ പിന്നെ ഫുള്ള് ചറബറയാവും. അതുകൊണ്ട് ഇത്തിരി നേരം ഞാൻ ഉണങ്ങാൻ വെക്കണം. അപ്പം ഇനി നമുക്ക് സാന്റനെ വരയ്ക്കാം. അതിന് വേണ്ടി നമ്മൾ പെൻസിലിനോടാണ് വരയ്ക്കുന്നത് സാന്റേനെ ഇവിടെ. എന്നിട്ട് അതിന് മുകളിൽ നിന്ന് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ വരച്ച് തുടങ്ങുകയാണ്. ഇത്തിരി നേരമൊക്കെ എടുക്കും. ഞാൻ പെട്ടെന്ന് വരച്ച് കഴിയാൻ നോക്കാം. ഏകദേശം അതിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ വരച്ച് വെച്ചത് ഇവിടെ. ഇനി ബാക്കിയുള്ളതും കൂടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയും കൂടി വരച്ചിട്ടുണ്ട്. അതായത് ക്രിസ്മസ് ട്രീ ആണ്. ഈ കളർ അടിച്ചിട്ട് നമുക്കിതിരി ഭംഗിയാക്കാം. അത് തന്നെ ഞാൻ ഇപ്പം ഇതിൽ അടിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീ ആദ്യം കളർ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ പാലറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാലറ്റിലേക്ക് നമുക്ക് ഈ ഗ്രീൻ കളർ ആഡ് ചെയ്യാം. ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത്തിരി കളർ ഉണ്ടാവും. ഇത് ഫാബർ കാസിലാണ് കേട്ടോ ഗൈസ്. ഞാൻ ആ കളറിലേക്ക് നമുക്ക് ഇത്തിരി ബ്രൈറ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി യെല്ലോയും അതിൻ്റെ തന്നെ യെല്ലോ ആഡ് ചെയ്യുന്നുണ്ട്. നുള്ളി യെല്ലോ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത്ര കൂടെ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ ഗ്രീനായി പോയിട്ടുണ്ടാവും. എനിക്ക് കിട്ടേണ്ടത് ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കിട്ടേണ്ടത് എനിക്ക്. പക്ഷെ കൂടുതൽ ലൈറ്റ് ഗ്രീൻ ആയി പോകരുത്. ഒരു മീഡിയം വേണം. എനിക്ക് ഏകദേശം ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കളർ കണ്ടില്ലേ? ഏകദേശം ആ ഒരു കളറാണ് കിട്ടിയത്. ഞാൻ ഇതിൽ ഫുള്ള് ആ കളർ പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് ട്രീ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഇത്തിരി മനോഹരമാക്കാൻ ഈ ഡാർക്ക്, നേരത്തെ നമ്മളെടുത്ത് ഈ ഡാർക്ക് പച്ചല്ലേ, ആ പച്ച കൊണ്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തൊന്ന് ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടി നമ്മൾ ഒരു തിൻ ബ്രഷ് ഉപയോഗിക്കണം കേട്ടോ ഗൈസ്. അതിന് വേണ്ടി ബ്രഷ് മാറ്റണം. എന്നിട്ടൊരു തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കണം. ഒരു 0. എന്നിട്ട് ഇതൊക്കെ ഇതിപ്പോൾ ഇത്രയും തിന്നായിട്ടുള്ള ബ്രഷൊക്കെ വേണം. ഇനി നമുക്ക് ഇതിന് പെയിൻറ്റ് മുക്കിയിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം മുക്കി
ഷെയ്ഡ് പോലെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഷെയ്ഡ് പോലെ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അത് അപ്പം ഞാൻ അത് എല്ലാ സ്ഥലത്തും അങ്ങനെ ഷെയ്ഡ് പോലെ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ക്രിസ്മസ് ട്രീ ഫുള്ളും കളർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു സ്റ്റാർ കളർ ചെയ്യണം. അപ്പോൾ ആ സ്റ്റാർ നമുക്ക് പെട്ടെന്ന് കളർ ചെയ്യാം. അതിനുവേണ്ടി മഞ്ഞ യെല്ലോ പെയിൻറ് യെല്ലോ പെയിൻറ് ഡിപ്പ് ചെയ്യാം. ഞാൻ കളർ ചെയ്യട്ടെ. സ്റ്റാർ കളർ ചെയ്തിട്ടുണ്ട്. സ്റ്റാറിന് നമുക്ക് ഇത്തിരി ഷെയ്ഡിങ് കൊടുക്കണ്ടേ? സ്റ്റാറിന് ഷെയ്ഡിങ് കൊടുത്താൽ ഓവറാവോ? ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ സ്റ്റാറിന് ധൈര്യപൂർവ്വം ഇത്തിരി പെയിൻറ്റിങ് ഒരു ഷെയ്ഡിങ് കൊടുക്കുകയാണ്. നല്ല ഓറഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു നുള്ള ഓറഞ്ച് ഒന്നുകൂടി എടുക്കാം. ഒരു നുള്ള മതി ഓറഞ്ച്, ഇത്തിരി ഓറഞ്ച് മതി. എന്നിട്ട് കൂടി പോയോ? നിങ്ങൾ നോക്കുമ്പോൾ സൂക്ഷിക്കണേ, ഓറഞ്ച് കുടിപ്പോയാൽ പിന്നെ ബോറാവും. അതുകൊണ്ട് തന്നെ ഒരു നുള്ള ഓറഞ്ച് കുറേ ഭംഗി അങ്ങനെ എടുത്താൽ മതി സ്റ്റാർ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ മതി, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ക്രിസ്മസ് ട്രീൻ്റെ കാലില്ലേ, ഒരു തടി ഞാൻ ചെയ്യണം. അത് ഞാൻ ചെയ്തില്ല. അപ്പം ഞാൻ തടി ചെയ്യാൻ പോവുകയാണ്. തടി ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഗൈസ്, എനിക്ക് ഈ ഫാബർ കാസിലിൻ്റെ തന്നെ ഒരു ഇത് കിട്ടിയില്ല. അത് ഒരു ബ്രൗൺ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫെവിക്രിലിൻ്റെ എനിക്കൊരു ബ്രൗൺ ഉണ്ട്, ഇന്ത്യൻ വൺ എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ എടുക്കാം. നമുക്ക് ശ്രദ്ധാപൂർവം ഇത് ചെയ്യാം. ഈ പെയിൻ്റൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിയാണ്. പാക്കിൽ ഈ കളറ് പാക്കിൽ കിട്ടില്ല. സെപ്പറേറ്റ് കുറേ കളേഴ്സ് നമുക്ക് ഇങ്ങനെ വാങ്ങി വെക്കാൻ പറ്റും. കൂടുതൽ ഞാൻ പാക്കാണ് വാങ്ങുന്നത്. സെപ്പറേറ്റൊക്കെ കുറച്ചൊക്കെ സെപ്പറേറ്റ് വാങ്ങും, ഇല്ലാത്ത കളറ്. ഞാൻ ഇതങ്ങനെ കളർ ചെയ്തിട്ടുണ്ട്. രസമുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ക്രിസ്മസ് സാന്റേനെ കളർ ചെയ്യാം. എൻ്റെ സാന്റാ ക്ലാസ് അതിനെ കളർ ചെയ്യാം. കുറേ നേരം ഈ സാന്റ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് സാന്റേനെ കളർ ചെയ്യാം.
റെഡ് എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്കിന്ന് ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഇനി ഏതാ വേണ്ടത്? ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റെഡ് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട്, ഇത്തിരി ഡാർക്ക് ആക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു മറൂൺ കളർ പോലെ ഡാർക്കുള്ള സ്ഥലത്തൊക്കെ കൊടുക്കാൻ വേണ്ടി ബ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ അത്ര മതി തോന്നുന്നു, ഇത്ര മതി. ഒത്തിരിയും കളേഴ്സിനുണ്ട്. നമ്മൾ സാന്റേനെ കളർ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ ക്രിസ്മസ് ഹാറ്റിൽ നിന്ന് തുടങ്ങാം. മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തുടങ്ങാം. അപ്പോൾ റെഡ് എടുത്തിട്ട് ക്രിസ്മസ് സാന്റ ഞാൻ ഭയങ്കര കൺട്രോൾഡായിട്ട് കളർ ചെയ്യാണ്. കളറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ വേറെ ഒന്നിലേക്ക് എനിക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ചിലത് തൊപ്പി തെറ്റിക്കാതെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മളെപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ വെക്കട്ടോ ഗൈസ്. ബ്രഷൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ അത്യാവശ്യമാണ്. ടിഷ്യൂ പേപ്പർ എപ്പോഴും കയ്യിൽ വെക്കട്ടോ ഗൈസ്. കൂടുതൽ നനവായാലും പ്രശ്നമായിരിക്കും. കൂടുതൽ നനവായാൽ പിന്നെ എല്ലാം കുളമാവും. അതുകൊണ്ട് വെള്ളം കുറച്ചെടുക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ഞാൻ വൈറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ബോറായിരിക്കും. അതിനെക്കൊണ്ട് തന്നെ ഞാൻ വൈറ്റിൽ അപ്ലൈ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ നമ്മളടുത്ത് ഇപ്പം ബ്ലൂ കളറുണ്ട്, ബ്ലൂ ഉണ്ടോ ബ്ലാക്ക് കൊണ്ട് ചെയ്താലാണ് നന്നാവുക. ബ്ലാക്ക് കൊണ്ട് ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്ക് ബ്ലാക്ക് കൊണ്ട് ചെയ്താ ഷെയ്ഡൊക്കെ കൊടുത്താൽ ഇത്തിരി പ്രൊജക്റ്റായിട്ട് കാണിക്കും. ഞാൻ ബ്ലാക്ക് എടുക്കുകയാണ്. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കുറച്ച് മതി, വളരെ കുറച്ചെടുക്കുക. കൂടുതലായാൽ പിന്നെ പ്രശ്നമാണ്. പിന്നെ മൂടിയിട്ട് മുകളിൽ കളർ ഉണ്ടാവില്ലേ, അതാണ് ഞാൻ എടുക്കുന്നത്. മുകളിൽ കുറച്ച് പാലറ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ പാലറ്റിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ കളർ കൂടിപ്പോകും. പക്ഷെ പാലറ്റിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ തൊട്ട് എടുത്താൽ മതി. അതിനെക്കൊണ്ടാണ് ഞാൻ പാലറ്റ് യൂസ് ചെയ്യുന്നത്. തൊട്ടെടുക്കാം. ഓക്കെ, ഇത്ര മതി.
ഞാൻ സാൻഡേനെ ഫുള്ള് കളർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ക്രിസ്മസ് സാൻഡേൻ്റെ പകുതി ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. രസമുണ്ടെങ്കിൽ രസമുണ്ട് ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ചെയ്യണം. ബാക്കിയുള്ള ഭാഗം ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ആദ്യം ഒന്ന് റെഡിനോണ്ട് കവർ ചെയ്തിട്ട്, നിങ്ങൾ ഒരിക്കലും എന്താ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്ത്, നിങ്ങൾ ഇത് പെയിൻറ്റ് ചെയ്തിട്ടേ ഔട്ട്ലൈൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ ഔട്ട്ലൈൻ കാണില്ല കേട്ടോ ഗൈസ്, ഒട്ടും കാണില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ.